നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യമായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിനെ കുറിച്ചാണ്. സാമൂഹ്യ ആത്മീയമായിട്ടുള്ള മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിവർത്തനം, അതില്ലെങ്കിൽ ഒരു മാറ്റം, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഇതിന് ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഒരു MM അക്ബർ എന്നുള്ളൊരു ഒരു സഹോദരൻ അടുത്ത കാലങ്ങളിലായിട്ട് ഏകദേശം ഒരു 10-20 വർഷത്തോളമായിട്ട് കേരളത്തിലുടനീളം നടന്ന് സ്നേഹസംവാദം എന്നൊരു ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയും മറ്റു മതങ്ങളിലുള്ള മത മേലധ്യക്ഷന്മാരെയും വിശ്വാസികളെയും അതിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ചൊരു ചർച്ചകളും ഡിബേറ്റും നടത്തുന്നതാണ് ഈ വീഡിയോയ്ക്ക് ആസ്പദമായിട്ടുള്ള വിഷയം. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ചർച്ചകളും അങ്ങനെയുള്ള സംവാദങ്ങളും എന്നും നമ്മുടെ സമൂഹത്തിൽ നന്മ കൊണ്ടുവരുന്നതാണ്. എപ്പോഴും നമ്മൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതല്ലെങ്കിൽ ഫ്രീഡം ടു പ്രൊപ്പഗേറ്റ്, നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അത് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം എന്നും എല്ലാവർക്കും ഉള്ളതാണ്. അതൊരു പക്ഷേ ചിലർ ഖുറാനുമായിട്ട് വരും, ചിലർ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, രാമായണം തുടങ്ങിയ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങളായിട്ട്, അതല്ലെങ്കിൽ ബൈബിളുമായിട്ട് വരുന്ന വ്യക്തികളുണ്ട്. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ജനാധിപത്യം, നമ്മുടേതെന്നല്ല, ലോകത്തിലെ എല്ലാ ജനാധിപത്യവും എല്ലാവർക്കും നൽകുന്ന അവകാശമാണ്. അങ്ങനെയാണ് ശ്രീ MM അക്ബർ ഒരു സ്നേഹസംവാദം എന്നൊരു പ്രോഗ്രാമായിട്ട് വന്നത്. അതിനുശേഷം മറ്റു പലരും ഇതിനെപ്പറ്റി ഒരു സംവാദത്തിനുമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റു മതവിശ്വാസികൾ അവരുടെ ഗ്രന്ഥങ്ങളുമായിട്ട് ശരി, നമുക്ക് സ്നേഹസംവാദം നടത്താം, നമുക്ക് ചർച്ചകളാകാമെന്ന് പറഞ്ഞപ്പോൾ MM അക്ബർ എന്ന അദ്ദേഹം അതിനുവേണ്ടി തയ്യാറല്ല. അദ്ദേഹം എവിടെ പോയി എന്നുള്ളത് പോലും നമുക്ക് കാണുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെക്കുറിച്ച് ചർച്ച നടത്താമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ സാധിക്കുന്നേയില്ല. അദ്ദേഹം ഒരു നീച്ചെ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം, അതല്ലെങ്കിൽ ഒരു മതസ്ഥാപനം നടത്തുകയും അതിനെക്കുറിച്ചുള്ള കുറേ സംവാദങ്ങളും വീഡിയോസൊക്കെ ചെയ്തു. പക്ഷെ ഇതെല്ലാം നിർത്തിവെച്ച് അദ്ദേഹം പോയിരിക്കുകയാണ്. അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന കുറച്ച് വ്യക്തികളെന്ന് പറഞ്ഞാൽ അനിൽ കൊടിത്തോട്ടം, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, അനിൽകുമാർ അയ്യപ്പൻ, പാസ്റ്റർ ഷമീർ കൊല്ലം, അങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് സംവദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത് മുന്നോട്ട് വെച്ച വ്യക്തി പിന്നെ വരുന്നേയില്ല. അദ്ദേഹം കാണാതായി. അദ്ദേഹത്തെ ഇവിടെയൊന്നും നമുക്ക് സംവദിക്കാം, നമുക്ക് സ്നേഹസംവാദം നടത്താം, ഖുറാനെക്കുറിച്ചോ ബൈബിളിനെക്കുറിച്ചോ വേദങ്ങളെക്കുറിച്ചോ നമുക്ക് ചർച്ച നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ആരെയും MM അക്ബർ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി പോലെയുള്ള, അല്ലെങ്കിൽ മുഹമ്മദ് ഈസ പോലെയുള്ള ഇതിൻ്റെ വക്താക്കൾ, ഈ ദാവാ വക്താക്കൾ കാണുന്നില്ല. ആയത്തുകളും ഹദീസുകളും ഖുറാനും വചനങ്ങളും വെച്ച് ഇവരെല്ലാവരും ഇന്ന് പാസ്റ്റർമാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖുറാൻ വായിക്കുന്നത്, ഖുറാൻ പഠിച്ച് ചൊല്ലുന്നത്. അവിടെയുള്ള പ്രമുഖരെന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ പുന്നക്കലുണ്ട്. അദ്ദേഹം ഒക്കെ വ്യക്തമായിട്ടും ഇതുപോലെയുള്ള ക്രിസ്ത്യൻ ക്ലബ് ഹൗസുകളും അങ്ങനെയുള്ള പ്രോഗ്രാംസുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് വെച്ചവരെ കാണുന്നില്ല. തന്നെയുമല്ല, അങ്ങനെയൊരു വാക്യൂം ഈ ഒരു മേഖലയിൽ, ആത്മീയമായിട്ടുള്ള മേഖലയിൽ ഇസ്ലാമിന് സംഭവിച്ചപ്പോൾ അവിടെ ആത്മവിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ, മുസ്ലിം സഹോദരങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ആത്മീയ നേതൃത്വം കൊടുക്കാൻ സാധിക്കാത്ത തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ഓൺലൈൻ വന്നിട്ടാണെങ്കിലും നമുക്ക് ഖുറാൻ വെച്ച് സംവദിക്കാം എന്ന് പറയുമ്പോഴും അവർ ഓടിപ്പോകുന്നൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, ഇസ്ലാമിൽ നിന്ന് മറ്റു മതങ്ങളിലേക്കുള്ളൊരു കുത്തൊഴുക്ക്,
ഇപ്പം നമ്മൾ ഇസ്ലാമിക പണ്ഡിതന്മാരോടോ അതിൻ്റെ വക്താക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇസ്ലാമിലേക്കാണ് ആൾക്കാർ വന്നുകൂടി കൊണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അതിനൊരു ഉദാഹരണം എന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ ഇന്ന് എടുത്ത് നോക്കിയാൽ നമ്മൾ കാണുന്ന പാസ്റ്റർമാരുടെ പേരുകൾ, പാസ്റ്റർ ഷിഹാബുദ്ദീൻ, അദ്ദേഹം 2 പ്രാവശ്യം ഉംറയ്ക്കൊക്കെ പോയി ഒരു വ്യക്തിയാണ്. പിന്നെ അല്ലെങ്കിൽ പാസ്റ്റർ ഷമീർ, അല്ലെങ്കിൽ പാസ്റ്റർ അബ്ദുൾ സലാം, പാസ്റ്റർ ഇസ്മായിൽ, പാസ്റ്റർ മുഹമ്മദ്, ഇവരൊക്കെയാണ് ഇന്ന് പാസ്റ്റർമാരായിട്ട് നമ്മുടെ കേരളത്തിലുള്ളത്. ഇവരാണ് ഇന്ന് മറ്റു മതങ്ങളിലേക്ക് പോയി ആ മതത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ വരാനായിട്ടുള്ള സാഹചര്യമുണ്ടായത്? എന്താണ് ഇത്രയും വലിയൊരു ആത്മീയ മൂല്യച്യുതി ഇസ്ലാമിന് കേരളത്തിൽ സംഭവിച്ചത്? ഇത് കേരളത്തിലെ മാത്രമായിട്ടുള്ളൊരു പ്രതിഭാസമല്ല. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പുറം രാജ്യങ്ങളിലും ഇങ്ങനെയൊരു മാറ്റമാണ്. ഇന്തോനേഷ്യ ആണെങ്കിലും അവിടെയൊക്കെ ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമാണ്. അവിടെയൊക്കെ വലിയ മുന്നേറ്റമാണ് മറ്റു മതങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മതം വിട്ട് ജനങ്ങൾ വളരെ ഈ ഓൺലൈൻ ആയിട്ടുള്ള മാധ്യമങ്ങളാണോ, എന്താണ് ഇതിന് ഒരു കാരണം? ഒപ്പം തന്നെ നമ്മൾ യൂട്യൂബിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പേരുകളിലുള്ള പാസ്റ്റർ അബ്ദുൾ സലാമോ, ഇസ്മായിലോ, അതല്ലെങ്കിൽ ഈ റഹ്മത്ത്, അതല്ലെങ്കിൽ ഈ വക മാരിയോ എന്ന് പറഞ്ഞൊരു സഹോദരൻ, പാസ്റ്റർ ഒരു ബ്രദറുണ്ട്, ഫിലോകാലിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു. ഇവരൊക്കെ മതം വിട്ടു വരുമ്പോൾ ഇവരെയൊക്കെ തല്ലി ചതച്ചിട്ടാണ്, കൊല ചെയ്തിട്ടാണ് അവർക്ക് മതം വിട്ട് വരാൻ സാധിച്ചത്. ജീവൻ മാത്രമേ അവരുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇതാണോ സമാധാനത്തിൻ്റെ മതം കൊടുക്കുന്നത്? അവിടെ നിന്നും ആശയപരമായിട്ട് തോൽക്കുമ്പോൾ അവർ പരാജയപ്പെടുന്ന സന്ദർഭത്തിൽ അശാന്തി വിതയ്ക്കുക, അതല്ലെങ്കിൽ ആ ഒരു അശാന്തിയുടെ ഇത് സമാധാനത്തിൻ്റെ മതം എന്ന് പറയുകയും അതോടൊപ്പം തന്നെ അശാന്തിയുടെ ഒരു ചുറ്റുപാട് ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ യൂട്യൂബിൽ പോയിട്ട് ഈ വക ചാനലുകൾ കാണണം. ഇവരെന്താണ് ഇവർക്ക് സംവദിക്കാനുള്ളത്. ഇപ്പോൾ ജമീദ ടീച്ചർ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, ജബ്ബാർ മാഷ്, അങ്ങനെ കുറേ വ്യക്തികൾ നമുക്ക് ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഉള്ള പ്രഭാഷണങ്ങളും ഖുറാൻ പാരായണവും ഇതൊക്കെ ചെയ്യുന്നത്, അത് വെച്ചിട്ട് വിശകലനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.